നമ്മൾ എന്താണ് ഇവർക്ക് വന്ന ബെനിഫിറ്റ്? ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഇവർക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്ന അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. ഇവർ പല മരുന്നും ഈ ആസ്മയ്ക്കും അലർജിക്കും മരുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ മരുന്നൊന്നും ഇല്ലാതെ സിംറ്റം ഫ്രീ ആകാൻ പറ്റി. പിന്നെ സർജറി ആണെങ്കിൽ അവർക്ക് പൈൽസിനും ഫ്രിഷറിനും ഒക്കെ ആയിട്ട് സർജറി പറഞ്ഞിരുന്നത് അത് ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ അല്ലാതെ തന്നെ ഈ ഫുഡും ഇതും വെച്ച് മാനേജ് ചെയ്ത് പോകാമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സർജറി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ തെറ്റിയ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏനൽ ഫിഷറും ഒന്നും മാറാൻ പോകുന്നില്ല. പൈൽസിനും ഒക്കെ സർജിക്കലി ഇതൊക്കെ എടുത്തു കളഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടുമെങ്കിലും പക്ഷെ ചില പ്രത്യേകിച്ച് ഫിഷേഴ്സൊക്കെ ഉള്ളവർക്ക് പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. കാരണം അതിനൊന്നും അത്ര കറക്റ്റ് സർജറി ഇല്ല എന്നുള്ളതാണ്. പിന്നെ ബ്ലഡ് റിപ്പോർട്ട്സിലാണെങ്കിൽ എല്ലാ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ഈവൻ പ്രീ ഡയബറ്റീസ് ഉണ്ടായിരുന്നത് മാറാൻ പറ്റി. സ്കാൻ റിപ്പോർട്ട്സിലാണെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞത് ഗ്രേഡ് 1 വന്നു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 90 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് മാറുമെന്നാണ്.